ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഞാൻ മിനി പോളറോയിഡ്സ് പാക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആ ഒരു ഗിഫ്റ്റ് ബോക്സിൻ്റെ ട്യൂട്ടോറിയലാണ്. അതിൻ്റെ തന്നെ 2 ടൈപ്പ് ബോക്സ് ഞാൻ കാണിക്കുന്നുണ്ട്. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു ഷീറ്റ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ആ ഒരു ബോക്സ് ചെയ്യാറുള്ളത്. ആ ഒരു ബോക്സ് മാത്രമല്ല, എൻ്റെ പ്രോഡക്റ്റ്സ് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടുതലും ഞാൻ ഈ ഒരു ഷീറ്റ് തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. ഇത് നമുക്ക് സ്റ്റേഷനറി ഷോപ്പ് അല്ലെങ്കിൽ ബുക്ക് സ്റ്റോളൊക്കെ ഉണ്ടാവുമല്ലോ, അവിടെ പോയി ചോദിച്ചാൽ കിട്ടും. ക്രാഫ്റ്റ് ഷോപ്പിലും അവൈലബിൾ ആണ്. പക്ഷേ അതിനേക്കാളും കൂടുതൽ ഒന്നുകൂടെ പറഞ്ഞാൽ മനസ്സിലാവുക ഈ ബുക്ക് സ്റ്റോൾ പോലെയുള്ള ഷോപ്പിലായിരിക്കും. പേപ്പർ ഐറ്റംസ് ഒക്കെ കിട്ടുന്ന കടകളുണ്ടാവുമല്ലോ, അവിടെയൊക്കെ. അപ്പോൾ ഇതിന് ബ്രൗൺ കളറിലുള്ള ചാർട്ട് പേപ്പർ ഇല്ലേന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ മനസ്സിലാവും വേറെ എന്തൊക്കെയോ പേരുണ്ട്, പക്ഷെ ആ ഒരു പേര് പറഞ്ഞാലൊന്നും അങ്ങനെ അധികം കടയിലുള്ള ആളുകൾക്ക് മനസ്സിലാവില്ല. ഇനി ഇതിൽ സൈസ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന പോളറോയിഡ്സ് എത്ര സൈസാണോ ഉള്ളത് അതിനനുസരിച്ച് വേണം നോക്കാൻ. അപ്പോൾ ഞാനിപ്പോൾ എടുക്കുന്ന മിനി പോളറോയിഡ്സിൻ്റെ സൈസ് ജസ്റ്റ് ഒന്ന് സ്കെയിൽ യൂസ് ചെയ്ത് നോക്കിയിട്ട് അതിന് അനുസരിച്ചിട്ടാണ് കേട്ടോ ഇതിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത് 5.3 സെൻറ്റിമീറ്റേഴ്സ് അത്രയാണ് കേട്ടോ. 5.5 ഇല്ല, അതിനേക്കാളും കുറച്ച് കുറവാണ്. പിന്നെ ലെങ്ത്ത് 8 സെൻറ്റിമീറ്റേഴ്സുമാണ്. അപ്പോൾ ഞാൻ 5.5ഉം 8ഉം അങ്ങനെയാണ് കണക്ക് കൂട്ടാൻ പോണത്. ഞാനിപ്പം 1 സെൻറ്റിമീറ്ററാണ് കേട്ടോ എക്സ്ട്രാ എടുത്തിട്ടുള്ളത്. അതായത് 6.5ഉം 9 സെൻറ്റിമീറ്റേഴ്സും അങ്ങനെയാണ് ഇതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും എടുക്കാൻ പോണത്. അപ്പോൾ ഏകദേശം സൈസിൻ്റെ കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ ആദ്യം ഈ ഒരു ഷീറ്റിൽ ഞാൻ 2 സെൻറ്റിമീറ്റേഴ്സ് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ പോളറോയിഡ്സ് എല്ലാം കൂടെ ഒരുമിച്ച് വെക്കുമ്പം അതിൻ്റെ ഹൈറ്റ് ഉണ്ടാവുമല്ലോ, എത്രയാണോ ആ ഒരു വിഡ്ത്ത് വരുന്നത് അതാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ അത് ഏകദേശം ഒരു 2 സെൻറ്റിമീറ്റേഴ്സ് അത്രയൊന്നും ഉണ്ടാവില്ല, കുറച്ച് നമുക്ക് ഒരു എക്സ്ട്രാ വേണം. അപ്പോൾ ഞാനിപ്പോൾ 35 പോളറോയിഡ്സ് ആണല്ലോ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം കൂടെ ഒരുമിച്ച് വെക്കുകയാണെങ്കിൽ ഇത്രേ വരുള്ളൂ, 2 സെൻറ്റിമീറ്റേഴ്സിൻ്റെ താഴെ വരുള്ളൂ. ഇനി അതിലേറെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പം എനിക്ക് 2 സെറ്റൊക്കെ ഒരുമിച്ച് ബോക്സിലിടേണ്ട അങ്ങനെ വരലുണ്ട്. അപ്പോൾ ഞാനൊരു 4 സെൻറ്റിമീറ്റേഴ്സ് അല്ലെങ്കിൽ 5 സെൻറ്റിമീറ്റേഴ്സ് വരെയൊക്കെ ഇതിൻ്റെ ഈ ഒരു വിഡ്ത്ത് എടുക്കും. ഞാനിപ്പോൾ 2 സെൻറ്റിമീറ്റർ, അത് കഴിഞ്ഞിട്ട് വിഡ്ത്തായിട്ടുള്ള 6.5 സെൻറ്റിമീറ്റർ, അത് കഴിഞ്ഞിട്ട് വീണ്ടും 2 സെൻറ്റിമീറ്റർ ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് താഴേക്ക് ഒരു 2 സെൻറ്റിമീറ്റർ, പിന്നെ അത് കഴിഞ്ഞിട്ട് ലെങ്ത് ആയിട്ടുള്ള 9 സെൻറ്റിമീറ്ററും പിന്നെ വീണ്ടും ഒരു 2 സെൻറ്റിമീറ്ററും. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഞാൻ സ്ക്രീനിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതിപ്പം ബോക്സിൻ്റെ ബേസാണ് കേട്ടോ നമ്മൾ ചെയ്യണത്, താഴെ സൈഡ്. അങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. ഇപ്പം 4 സൈഡിലേക്കും നമുക്ക് ആ ഒരു 2 സെൻറ്റിമീറ്റേഴ്സിൻ്റെ ആ ഒരു എക്സ്ട്രാ പോർഷൻ കിട്ടിയല്ലോ. ഇനി നമുക്കിതിൻ്റെ ലിഡ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ കാണിക്കാൻ പോണത് സിമ്പിളായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ. അപ്പോൾ അതിന് ഇപ്പം നമ്മൾ ചെയ്തിട്ടുള്ള ആ ഒരു സെയിം രീതിയിൽ തന്നെയാണ് മാർക്ക് ചെയ്യേണ്ടതും വരക്കേണ്ടതൊക്കെ. നമ്മളിപ്പോൾ ഈ ഒരു ബോക്സിൻ്റെ സൈസ് എടുത്തില്ലേ, അതിനേക്കാളും കുറച്ച് കൂടുതൽ, 1 സെൻറ്റിമീറ്റർ മാക്സിമം അതിൻ്റെ ഉള്ളിലായിട്ട് 1/2 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 1/2ൻ്റെയും 1ൻ്റെയും ഇടയിലായിട്ട് 7.5 മില്ലിമീറ്റർ ഒക്കെ വരുന്ന രീതിയിൽ കുറച്ച് എക്സ്ട്രാ ഇട്ടിട്ട് വേണം വരക്കാൻ, ആ ഒരു വിഡ്ത്തിൻ്റെയും ലെങ്ത്തിൻ്റെയും കൂടെ. ഇപ്പോൾ 6.5ഉം 9 സെൻറ്റിമീറ്റേഴ്സ് ആണല്ലോ നമ്മൾ എടുത്തത്, അതിൻ്റെ കൂടെ ഒരു ഇത്തിരി 1/2 സെൻറ്റിമീറ്റർ ഒക്കെ എക്സ്ട്രാ ഇട്ടിട്ട് വേണം വരക്കാൻ. എന്നാൽ മാത്രമേ ഈ ഒരു ബോക്സിലേക്ക് നമ്മൾ ലിഡ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ബോക്സും ലിഡും സെയിം സൈസായിട്ട് പോവും. അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ബാക്കി ഈ സൈഡിലുള്ള 2 സെൻറ്റിമീറ്റർ ഒക്കെ അത് തന്നെയാണ് കേട്ടോ, സെയിം തന്നെ എടുത്താൽ മതി. അങ്ങനെ അതും ഈ ഒരു സെയിം രീതിയിൽ വരച്ച് കഴിഞ്ഞതിന് ശേഷം ഇനി അത് രണ്ടും കൂടെ കട്ട് ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ വരച്ചു കൊടുത്തിട്ടുള്ള ഈ ഒരു 4 സൈഡും ഒന്ന് സ്കോർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ മഷി കഴിഞ്ഞിട്ടുള്ള പെന്നോ സ്കെയിലോ അല്ലെങ്കിൽ ഇതുപോലെ കത്രികനെ ഒന്ന് ചെരിച്ച് പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്താൽ മതി, കട്ടായി പോകരുത്. അങ്ങനെ സ്കോർ ചെയ്ത് കഴിഞ്ഞിട്ട് അതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വേണം ഈ സൈഡൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ 4 കോർണറും ഒരു സൈഡ് മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവണ്ടല്ലോ, അതുപോലെ ചെയ്യാം. എന്നിട്ട് കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു സൈഡിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒരു ബോക്സ് പോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അത് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുത്തിട്ടും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഉണങ്ങുന്ന വരെ അങ്ങനെ നിന്നോളും. ബോക്സും ലിഡും രണ്ടും സെയിം രീതിയിൽ തന്നെയാണ് ചെയ്യണത്.
അങ്ങനെ ആ ഒരു ഗ്ലൂ നന്നായി ഡ്രൈ ആയി കഴിഞ്ഞാൽ നമ്മുടെ ബോക്സ് റെഡിയായി. പിന്നെ എക്സ്ട്രാ ഇതുപോലെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കത്രിക യൂസ് ചെയ്തിട്ട് അതൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടൈപ്പ് ബോക്സ്. ഇനി ഇതിലേക്ക് പോളറോയിഡ്സ് ഒന്ന് ആഡ് ചെയ്ത് കാണിച്ചു തരാം. ഈ ഒരു രീതിയിൽ പോളറോയിഡ്സ് ആഡ് ചെയ്തതിന് ശേഷം മുകളിലായിട്ട് ഞാൻ ഇങ്ങനെ എക്സ്ട്രാ പ്രിൻ്റ് ചെയ്തിട്ടുള്ള ആ ഒരു കാർഡാണ് കേട്ടോ വെച്ച് കൊടുക്കലുള്ളത്. ഇനി സെക്കൻഡ് ടൈപ്പ്, അതായത് ഞാനിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു മോഡൽ കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബോക്സ് ഈ ഒരു സെയിം ബോക്സ് തന്നെയാണ്, ഈ ഒരു സെയിം രീതിയിൽ തന്നെയാണ് ചെയ്യണത്. ലിഡിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അതിന് വീണ്ടും ഞാൻ ആ ഒരു ഷീറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആദ്യം മാർക്ക് ചെയ്യുന്നത് 2 സെൻറ്റിമീറ്റർ ആണ്. അതായത് നമ്മൾ ബോക്സിന് എടുത്തിട്ടുള്ള ആ ഒരു വിടുത്ത് ഉണ്ടല്ലോ, ബോക്സ് 3 സെൻറ്റിമീറ്റേഴ്സാണ് വിടുത്ത് എടുത്തതെന്നുണ്ടെങ്കിൽ ഇവിടെയും 3 വേണം എടുക്കാൻ. അപ്പോൾ ഞാൻ 2 ആയതുകൊണ്ട് 2 എടുത്തു കൊടുത്തു. അങ്ങനെ 2 മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിൻ്റെ വിടുത്തിലേക്ക് കുറച്ച് കൂട്ടണം. നമ്മൾ നേരത്തെ ലിഡിന് ചെയ്ത പോലെ തന്നെ 6.5ലേക്ക് ഒരു 1/2 സെൻറ്റിമീറ്ററോ അത്രയൊക്കെ കുറച്ചൊന്ന് കൂട്ടി കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമ്മൾ 2 സെൻറ്റിമീറ്റർ, എന്നിട്ട് വീണ്ടും ഈ എടുത്തിട്ടുള്ള വിടുത്ത്, അതായത് 6.5ലേക്ക് കുറച്ച് എക്സ്ട്രാ ഇട്ടിട്ടുള്ള ആ ഒരു സൈസ്, എന്നിട്ട് വീണ്ടും 2 സെൻറ്റിമീറ്റർ. ഇപ്പം ഇത് കാണുമ്പോൾ മനസ്സിലാവണ്ടല്ലോ, ഈ ഒരു രീതിയിലാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഫസ്റ്റ് ചെയ്ത മോഡലിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിന് കുറച്ചും കൂടെ കൂടുതൽ ഷീറ്റ് ക്വാണ്ടിറ്റി വേണം. പക്ഷേ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊന്നും കൂടെ ക്യൂട്ടായിട്ട് തോന്നിയിട്ടുള്ളത് ഇതുതന്നെയാണ്. ഈ ഒരു ലിഡ് ചെയ്യുന്ന പോർഷന് ഞാൻ നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ചത് മിസ്സായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പിന്നെ രണ്ടാമതും ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അതാണ് ബാക്ക്ഗ്രൗണ്ടിലും വീഡിയോയിലൊക്കെ ചെറിയൊരു ഡിഫറൻസ്. അങ്ങനെ വിടുത്ത് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ താഴേക്ക് സിമ്പിളാണ്. നമ്മൾ എത്രയാണോ ലെങ്ത് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു 1/2 സെൻറ്റിമീറ്റർ മാത്രം കൂട്ടിയിട്ട് അതും ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊക്കെ ജോയിൻ ചെയ്തിട്ട് ആ ജോയിൻ ചെയ്തിട്ടുള്ള ലൈൻസൊക്കെ ഒന്ന് സ്കോർ ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഞാൻ ഈ സ്കെയിൽ യൂസ് ചെയ്തിട്ടൊന്ന് ഫോൾഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ 2 സൈഡും കൂട്ടിയിട്ടാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത്. നമ്മൾ 2 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തല്ലോ, അത് രണ്ടും കൂടെ കൂട്ടിയിട്ട് ഇതുപോലെ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി അതും ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ ഈ ഒരു ബോക്സും റെഡി ആയിട്ടുണ്ട്. ഇത് ഈസിയാണ് കേട്ടോ, ലിഡ് ഇൻസേർട്ട് ചെയ്യാനൊക്കെ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ കുറച്ച് എക്സ്ട്രാ എടുത്തുകൊണ്ട് തന്നെ ഈസി ആയിട്ട് തന്നെ ഇത് ക്ലോസ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനൊക്കെ പറ്റും. ഇനി ഇതിലേക്കും ഞാൻ പോളറോയിഡ്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ലിഡിൻ്റെ ഈ ഒരു മുകൾ സൈഡിലായിട്ട് ഞാൻ എക്സ്ട്രാ പ്രിൻ്റ് ചെയ്തിട്ടുള്ള ആ ഒരു പോളറോയിഡും കൂടെ ജസ്റ്റ് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ കേട്ടോ, ഈ ഒരു ടൈപ്പ് ബോക്സും റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന മോഡൽ. ഇത് ഓരോന്നായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ച് സമയം കൺസ്യൂം ചെയ്യുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഒരുപാട് ഒരുമിച്ച് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ കുറച്ച് ഈസി ആയിരിക്കും. കാരണം ഒരുമിച്ച് മാർക്ക് ചെയ്തിട്ട് ഒരു വലിയ സ്കെയിൽ യൂസ് ചെയ്ത് വരച്ചിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുക്കാമല്ലോ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ചെയ്യാറുള്ളത്, അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ടൈം സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ ചോദിച്ചോളൂ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ.